പക്ഷികളും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ കഥ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുമുണ്ട് നമ്മൾ. ഇന്നലെ അതുപോലെയല്ല വയനാട്ടിൽ നടക്കുന്നത്. വയനാട്ടിലെ ഈ കഥയിൽ ഒരു കാക്കയും മനുഷ്യനുമാണ്. ഹലോ എന്ന് വിളിപ്പേരുള്ള കാക്കയുടെയും ധർമാംഗരാജൻ എന്ന് വിളിപ്പേരുള്ള ഒരു മനുഷ്യൻ്റെയും കഥയാണിത്. ആ കഥയിലേക്ക് നിങ്ങൾ കൂടി വരൂ. ഹലോ. മനുഷ്യനോട് ഏറ്റവും ഇണങ്ങി ജീവിക്കുന്ന ജീവികളാണ് കാക്കകളെന്ന് പൊതുവെ പറയാറുണ്ട്. പക്ഷേ ഒരു മനുഷ്യനും കാക്കയെ വളർത്തുന്നത് കണ്ടിട്ടില്ല. അത്തരമൊരു സ്നേഹത്തിൻ്റെ കഥയാണ് കേരള തമിഴ്നാട് അതിർത്തി ഗ്രാമമായ നമ്പ്യാർകുന്നിൽ നിന്ന് പറയാനുള്ളത്. 4 മാസം മുമ്പൊരു കനത്ത മഴക്കാലം, നിലംപൊത്തിയ കിളിക്കൂട്, അതിൽ കാക്കക്കുഞ്ഞുങ്ങളിൽ ഒന്നിൻ്റെ പിടച്ചിൽ. ഈ കാറ്റത്ത് മഴയത്ത് ഇതിൻ്റെ കൂട് പൊളിഞ്ഞു പോയി. ഇപ്പോൾ കൂട് താഴെ പൊളിഞ്ഞു വീണപ്പോൾ 3 കുട്ടികളുണ്ടായിരുന്നു. അതിൽ 2 മരിച്ചുപോയി. ഒരെണ്ണം ഇത് ചെറിയതായിരുന്നു, ചെറിയ കുഞ്ഞായിരുന്നു, പറക്കാനൊന്നുമില്ല, രോമം തന്നെ ശരിക്കും വന്നില്ല. പിന്നെ പകലെടുക്കാൻ പോയപ്പോൾ എടുക്കാൻ പറ്റുന്നില്ല, ബാക്കിയുള്ള കാക്കകളെല്ലാം വളയുകയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ രാത്രി പോയി എടുത്തിട്ട് വന്ന് വീട്ടിൻ്റെ അകത്ത് ഒരു അട്ട ബോക്സിൻ്റെ അകത്തിട്ട് അതിന് തീറ്റ കൊടുക്കലായിരുന്നു. അങ്ങനെ ഹലോ പറന്നു തുടങ്ങി. ഇഷ്ടഭക്ഷണം ചപ്പാത്തി. ഡെയിലി ഇതിന് ചപ്പാത്തിയാണ് ഇഷ്ടം. മുട്ട അത്ര ഇല്ല. പിന്നെ ഇത് ഈ കോഴീൻ്റെ വേസ്റ്റ് ഉണ്ടല്ലോ, കുടല്, ചെറുപ്പത്തിൽ അത് അധികം കൊടുത്തിരുന്നു. കോഴീൻ്റെ വേസ്റ്റും പിന്നെ ഇത് മുട്ട പുഴുങ്ങിയിട്ട് കൊടുക്കും. പിന്നെ ഇത് ചോറ് വലിയ താല്പര്യമില്ല. ഇപ്പോൾ കാക്കകളുടെ കൂട്ടത്തിൽ കൂട്ടുകാരുണ്ട്. രാവിലെ ഭക്ഷണം കഴിച്ച ശേഷം ഒന്ന് ഊരു ചുറ്റാനിറങ്ങും. തിരിച്ചെത്തി ധർമ്മനോട് ഒട്ടി നിൽക്കും. കവലയിലേക്കും കൃഷിയിടത്തിലേക്കും കൂട്ടുപോകും. എൻ്റെ പുറകിൽ നിന്ന് മാറില്ല. ഞാനില്ലെങ്കിൽ അത് പോകും. ഞാൻ ഉണ്ടെങ്കിൽ വെളിയിലുണ്ടെങ്കിൽ എൻ്റെ കൂടെ തന്നെ നിൽക്കും. ഇല്ല ഇവിടെ കടക്കെല്ലാം പോവുകയാണെങ്കിൽ വരും. 26 വർഷത്തെ സൈനിക സേവനത്തിന് ശേഷം വിരമിച്ചയാളാണ് പൂളക്കുണ്ട് നെടുമ്പള്ളിക്കുടി വീട്ടിൽ ധർമാംഗരാജൻ. ഇദ്ദേഹത്തിൻ്റെ വീട്ടുകാരുടെയും കൂട്ടാണ് ഹലോ എന്ന കാക്ക. ഇത് കണ്ടു നിൽക്കുന്നത് തന്നെ ഏറെ സന്തോഷം പകരുന്ന ഒന്നാണ്. ധർമ്മൻ ചേട്ടൻ്റെയും ഹലോയുടെയും പാരസ്പര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കഥ തുടരുന്നു. റിബിൻ ജോൺ പാലേരിക്കൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.